ബാച്ചിലേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ സവോളയെ ഞാൻ എടുത്തിരിക്കുന്നത്, ഒന്ന് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടാൻ പാടില്ല, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് പേസ്റ്റ് മാറി നമുക്ക് അരച്ചെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് 2 തണ്ട് കരിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്നിതിനെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർക്കണം. ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് തക്കാളി ശരിക്കും നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 5 മിനിറ്റ് റെസിപ്പിയാണിത്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളക് എരിവ് നോക്കിയിട്ട് വേണം ചേർക്കണം. എരിവ് കൂടുതൽ നമ്മളായാൽ 2 ചേർത്താലും മതി, അല്ലെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് അതും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി വഴന്ന് വന്ന ശേഷം നേരത്തെ ഞാൻ കുക്കറിൽ ഒരു 4 വിസിലിട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചിട്ട് ഉപ്പും ചേർത്ത് മാത്രം ഇട്ട് ഗ്രീൻ പീസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിതിനെ. ഗ്രീൻ പീസ് ആയതുകൊണ്ട് നമ്മളിത് വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം ഒന്ന് കുറഞ്ഞു വരും, ഒന്ന് കുറുകി വരും ചാറ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ നന്നായി തിളച്ച് വന്ന സമയത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റായുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണിത്.